ഇപ്പോൾ അഹമ്മദിൻ്റെ സാഹിബിൻ്റെ സമയത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ മുനീർ സാഹിബൊക്കെ ആണെങ്കിലും വളരെ സെക്യുലറായിട്ട് മുസ്ലിം ലീഗിനെ നയിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പം അഹമ്മദ് സാഹിബ് നമുക്കറിയാം, അഹമ്മദ് സാഹിബ് ഡൽഹിയിലുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ അഹമ്മദ് സാഹിബിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന മാധ്യമമാണ്. ഇന്ന് ആ മാധ്യമം പത്രം ലീഗിൻ്റെ ഓഫീസ് അവിടെ സ്ഥാപിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സപ്ലിമെൻ്റ് ഇറക്കുകയാണ്. അത് ലീഗ് അക്കമഡേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അഹമ്മദ് സാഹിബിൻ്റെ സമയത്താണ് അത് അക്കമഡേറ്റ് ചെയ്യില്ല. നമ്മൾ നിങ്ങളുമായിട്ട് അതിനിപ്പോൾ എന്ത് ബി ജെ പിനെ കാണിച്ച് ബി ജെ പിയിലോട് നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇതാക്കില്ല. അഹമ്മദ് സാഹിബ് ഉള്ളപ്പോഴും ബി ജെ പി അധികാരത്ത് വന്നിട്ടുണ്ട്. കാരണം ഇതിനെ അക്കമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോബ്ലം എന്നുള്ളത് അഹമ്മദ് സാഹിബിന് അറിയാം. ഇപ്പോൾ മുനീർ സാഹിബിന് സംഭവിച്ച പോലെ മുനീർ സാഹിബ് അതിനെ അത്ര ശക്തമായിട്ട് എതിർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുനീർ സാഹിബ് ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളിലൊക്കെ ഇതിനെ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതായിരിക്കാം, എങ്കിൽ പോലും അത് അദ്ദേഹത്തിന് തന്നെ പിന്നീട്, കാരണം നമ്മൾ ഒരു തീവ്രതയ്ക്ക് നമ്മൾ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ അതിതീവ്രമായിട്ട് വന്ന് വിഴുങ്ങുകയുള്ളൂ ഈ സംഭവം. അതാണ് കമ്മ്യൂണിറ്റി മൊത്തം റിയലൈസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇവർക്ക് CHൻ്റെ മകൻ പോലും ഒന്നും അല്ലാണ്ടായി. അപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അവരാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നാൾവഴിയിൽ നമ്മൾ എടുത്തു നോക്കിയാൽ മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഹാദിയ വിഷയം എടുത്തു നോക്കുക. ഹാദിയ വിഷയം ഒരിക്കലും മുസ്ലിം ലീഗ് ഏറ്റെടുക്കേണ്ട ഒരു വിഷയമായിരുന്നില്ല. ഹാദിയ വിഷയം SDPIയോ ജമാഅത്തെ ഇസ്ലാമിയോ ഒക്കെ ഏറ്റെടുക്കുന്ന വിഷയമാണ്. മുസ്ലിം ലീഗിൽ അതെങ്ങനെ എത്തി? അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ രാജ്യസഭ MP ആയിട്ടുള്ള ഹാരിസ് ബീരാനാണ് അതിൻ്റെ വക്കീലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹാരിസ് ബീരാൻ നേരത്തെ അബ്കാരികളുടെ കേസ് അദ്ദേഹം ഏറ്റെടുത്തിരുന്നു, TP സെൻകുമാറിൻ്റെ കേസ് അദ്ദേഹം ഏറ്റെടുത്തിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ലീഗിൻ്റെ അകത്തു നിന്ന് തന്നെ പ്രതിഷേധം വന്നു. ലീഗുമായിട്ട് ചേർന്ന് നിൽക്കുന്ന KMCCയുടെ ഒരു ലീഡർ, അന്ന് അദ്ദേഹം MP അല്ല, എങ്ങനെയാണ് ഇത്തരം കേസുകൾ ഏറ്റെടുക്കുക എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുക ചെയ്തത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതേസമയം ഹാദിയ കേസ് വന്നപ്പം ഹാദിയ കേസും അദ്ദേഹം അതിന് എതിർപ്പുണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ അന്ന് എത്ര ഒരു 90 ലക്ഷം എത്രയും കണ്ടാണ് കപിൽ സിബലിന് കൊടുത്തത് പറയും. എനിക്കറിയാം, മീഡിയയിൽ കണ്ട വാർത്തയാണ്, എനിക്കതിൽ വ്യക്തതയില്ല, നേരിട്ട് അറിഞ്ഞൂടാ. ഞാൻ പറയുന്നത്, ഞാൻ ഹാരിസ് ബീരാൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ ലീഗൽ സ്ഥാനത്തെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യല്ല. അദ്ദേഹത്തിൻ്റെ ഫ്രീഡമാണ്, ആർക്ക് വേണമെങ്കിലും ഇതാക്കുക എന്നുള്ളത്. ഞാൻ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ ഡയമെൻഷനാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല അദ്ദേഹം നമ്മുടെ പരിചയത്തിലുള്ള ആളുമാണ്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു കേസ് വന്നപ്പം അതൊരു SDPI ജമാഅത്തെ ഇസ്ലാമി ചെയ്യേണ്ട ഒരു കേസ് മുസ്ലിം ലീഗിനെ പോലെ, കാരണം ഇതൊരു നേർത്ത അതിർലൈനാണ്. മുസ്ലിം ലീഗിൻ്റെ സാമുദായിക രാഷ്ട്രീയവും ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം ഒരു നേർത്ത അതിർവരമ്പാണ്. അത് ബ്രേക്ക് ചെയ്യുന്നതിൽ അതൊരു നാൾ വഴിയാണ് എന്ന് ഞാൻ കാണുകയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള വക്കീൽ ചെലവും മറ്റ് സംഭവങ്ങളായിട്ട് പിരിച്ചത് പള്ളികളിൽ വെച്ചാണ്, ജുമ നമസ്കാരത്തിന് ശേഷം. അപ്പോൾ നമ്മളൊരു ക്രൗഡ് ഫണ്ടിങ് നമ്മൾ നടത്തുമ്പം അത് ആളുകൾ ആ ഇഷ്യൂ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം, ഞാൻ നേരത്തെ ആം ആദ്മി പാർട്ടിയിൽ പറയും, നമ്മളൊരു ക്രൗഡ് ഫണ്ടിങ് വെക്കുന്ന അതിൻ്റെ പിന്നിൽ ഇത്തരം ഒരു ലോജിക് കൂടി ഉണ്ട്. കാരണം ആളുകൾ ആ കോസ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആദ്യ വിഷയത്തിൽ ഇതാകുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് റൂറൽ ഏരിയകളിലേക്ക് ഇത് സ്പ്രെഡായി. സത്യത്തിൽ അതേ സമയത്ത് തന്നെ സുന്നി പണ്ഡിതർ ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹം മലപ്പുറത്തൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഹാദിയ എന്ന് പറഞ്ഞിട്ട് കുറേ ഈ പറഞ്ഞ പോലെ ഫെമിനിസ്റ്റുകളും ഇടത് ഇവരും ഒക്കെ ഇതിന് ഇതാക്കുന്നുണ്ട്. അവരൊരു സെക്യുലർ ഇതിൽ നിന്നുകൊണ്ടാണ് അത് പറയുന്നത്, ഫെമിനിസ്റ്റ് ആംഗിളിലാണ് അത് പറയുന്നത്. അതൊക്കെ പക്ഷേ അതേ പറഞ്ഞാൽ അതൊക്കെ ഒരു നേർത്ത അതിർവരമ്പുള്ള മാറുന്നത്. ഫെമിനിസ്റ്റുകൾക്കും അതിലൊരു സ്റ്റേക്ക് ഉണ്ട്, സത്യം പറഞ്ഞാൽ ലിബറൽസിന് അതൊരു ഫേക്ക് ഉണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാമുകൾ അത് മിക്സ് ചെയ്ത് വരുമ്പം അത് പ്രോബ്ലം ആവുകയാണ്, അത് വർഗീയവൽക്കരിക്കപ്പെടുകയാണ് ഈ സംഭവം. ആ ഒരു നേർത്ത അതിർവരമ്പിന് ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതാണ്. അപ്പോൾ മുസ്ലിം ലീഗ് അവരുടെ ഇത് ആ അതിർവരമ്പ് കാത്തു സൂക്ഷിക്കുകയും ഫെമിനിസ്റ്റുകളും ലിബറൽസും അതിർവരമ്പ് കാത്തു സൂക്ഷിക്കുകയും ഇവരെ അപ്പുറത്തേക്ക് മാറ്റി നിർത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഉണ്ടാവില്ല. ഇത് എല്ലാം കൂടെ ഇതിലേക്കെല്ലാം ഇതിൻ്റെ പെനിട്രേഷൻ വരുത്തുമ്പോഴാണ് ഈ പ്രോബ്ലം. അപ്പോൾ നമ്മളൊരു സുഹൃത്ത് മലപ്പുറത്തൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ഫെമിനിസ്റ്റ് സാധനം വരുന്നുണ്ട്. അത് അവിടുത്തെ സ്ഥലത്ത് സുന്നി പാരമ്പര്യ പണ്ഡിതർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിട്ട്. അത് ഹാദിയ കേസിൽ ഡയറക്റ്റ് ആയിട്ടല്ല അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അല്ലാതെ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഇൻറ്റൻഷൻ ഈ സാധനം. അപ്പോൾ സുന്നികൾ അതിനെ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ഇപ്പം പ്രവാചകൻ്റെ തന്നെ സമയത്ത് ഒരു ഇതിൽ പറയുന്നുണ്ട്, പ്രോഫറ്റിൻ്റെ അടുത്ത് ഒരാൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് വരാൻ നോക്കിയപ്പം അദ്ദേഹം നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ടോ വീട്ടിലെന്ന് ചോദിച്ചു. അപ്പം ഉണ്ടെന്ന് പറഞ്ഞു, പ്രായമായവരാണ്. അപ്പം നീ അവരെ പോയിട്ട് ശുശ്രൂഷിക്കുന്നവർ. അപ്പം പ്രോഫറ്റിനെ സംബന്ധിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരിത്. കാരണം അവർക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു ഇതായിട്ട് വരുന്ന രക്തസാക്ഷിയാവുക എന്നുള്ള രീതിക്ക്. പക്ഷെ അതിൽ പോലും അതിനേക്കാളും വലിയ സംഗതിയാണ്, നിനക്ക് സ്വർഗം കിട്ടാൻ അതിനേക്കാളും ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് പറയുന്നത് നീ നിൻ്റെ പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള മാതാപിതാക്കളെ വിട്ടൊരു മതത്തിലേക്ക് പോലും ചേരേണ്ട ഒരു സംഭവം വരുന്നില്ല. വേറെ ഒരു ഇത് ഞാൻ എവിടെയോ വായിച്ചായിട്ട് ഓർക്കുന്നു, ഒരു ജൂതനായിട്ടുള്ള ഒരു കുട്ടി, അദ്ദേഹം നിൽക്കുന്ന സമയത്ത് ഈ കുട്ടി മരണാസന്നനായി നിൽക്കുകയാണ്. അപ്പം പ്രോഫറ്റ് അവിടെ ഉണ്ട്.
അപ്പോൾ ആ സമയത്ത് ഈ കുട്ടിക്ക് പ്രോഫറ്റിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ തമ്മിൽ ഭയങ്കരമായിട്ടൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ഈ കുട്ടി അവസാനം മരിക്കുന്ന സമയത്ത് കുട്ടി പിന്നെ ആവശ്യപ്പെടുകയാണ് പ്രോഫറ്റിൻ്റെ അടുത്ത്, എനിക്ക് പിന്നെ ഇസ്ലാം സ്വീകരിക്കണം, അങ്ങയുടെ പാതയിൽ സ്വീകരിച്ചുകൊണ്ട് മരിക്കണം എന്നുള്ള രീതിയിൽ. അപ്പം പ്രോഫറ്റ് പിന്നെ ഈ കുട്ടിയുടെ പിതാവ് അവിടെ നിൽക്കുന്നുണ്ട്, അദ്ദേഹം ഒരു ജൂ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് പ്രോഫറ്റ് നോക്കുകയാണ്. അപ്പം ആ പിതാവ് എന്ത് പറയാണ്, നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് കുട്ടി, അപ്പം കുട്ടിയുടെ താല്പര്യത്തിന് എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അവനത് സ്വീകരിച്ചിട്ട് ഇതായിക്കോട്ടെ എന്നുള്ള. അപ്പോഴാണ് പ്രോഫറ്റ് എന്തെന്ന് പറയുന്നത്, കുട്ടിക്ക് ഇസ്ലാമിലേക്ക് സ്വീകരിക്കാനുള്ള സംഗതി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അത്രയും, അതായത് മാതാപിതൃ ബന്ധങ്ങൾക്ക് നമ്മൾ ഇന്ത്യൻ ട്രഡീഷനിൽ മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്ന പോലെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പിരിച്വൽ ട്രഡീഷണൽ ഇസ്ലാമിൻ്റെ ആളുകൾ ഇതിനൊക്കെ ഈ ഒരു രീതിക്കാണ് നോക്കിക്കാണുന്നത്. മനസ്സിലായോ? ഞാനതിൻ്റെ ഒരു ഹാദിയുടെ ഫ്രീഡത്തെയോ അതിനെയോ ഇതൊന്നുമല്ല പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഹാരിസ് ബീരാന കേസ് ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം സൗദ്ദേശത്തോടെ അങ്ങനെ ആയിരിക്കും ഏറ്റെടുത്ത്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതിനൊന്നും പറയുന്നതല്ല. പക്ഷെ നേരെ മറിച്ചിട്ട് അതിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്ലേ വരുമ്പം അത് പോകുന്നത് വേറൊരു ലൈനിലേക്കാണ്. അതിവിടെ കമ്മ്യൂണൽ ഡിവൈഡ് ഭയങ്കരമായിട്ട് അത് കമ്മ്യൂണലൈസ് ചെയ്തു. ഈ തരമുള്ള പരസ്പരമുള്ള അവിശ്വാസം, മിസ്ട്രസ്റ്റ് കമ്മ്യൂണിറ്റികൾക്കിടയിൽ വർദ്ധിപ്പിച്ചു. അപ്പോൾ ലീഗ് ഇത്തരം ഇഷ്യൂസ്, ലീഗ് എടുക്കുന്ന വിഷയങ്ങളിലൊക്കെ നേരത്തെ സുചിന്തിതമായിട്ട് തീരുമാനിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവങ്ങൾ പിന്നീട് ലീഗ് അതിൽ കെയർഫുൾ അല്ലാതെ പോയി ഈ സാധനങ്ങളിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ മീഡിയ വണ്ണിൻ്റെ ഭയങ്കര സ്വാധീനമാണ്. കാരണം അവർക്ക് ആളുകൾക്ക് വിസിബിലിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതവർ നന്നായിട്ട് യൂസ് ചെയ്തു. ഈ സുന്നി സംഘടനകൾക്ക് പോലും പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെയൊക്കെ അത് സെറ്റ് ചെയ്ത് കൊടുത്തത് അധികവും ഈ മാധ്യമം സെറ്റ് ചെയ്ത് കൊടുത്ത ആളാണ്. അപ്പോൾ അവർ സെറ്റ് ചെയ്ത ഫ്രെയിം വർക്ക് എന്തായി, ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ ഫ്രെയിം വർക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സുന്നി പത്രങ്ങളും ഈ പറഞ്ഞ പോലെ വലിയ മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ സുപ്രഭാതം വന്നു, ഈ പറഞ്ഞ പോലെ സിറാജ് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ അവരുടെ റിസാല വരുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു ഫ്രെയിം വർക്കിലാണ് അവരിൽ കൂടുതൽ കാര്യം വരുന്നത്. സിറാജും ഒരു പരിധി വരെ. അപ്പോൾ ഇവർക്കിത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർ ഈ ഭാഗങ്ങൾ ആദ്യം ശ്രദ്ധിച്ചില്ല. അവർ മതപരമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കി, ഒരു ഇൻ്റലക്ച്വൽ സാധനങ്ങളിലേക്ക് അവർ ശ്രദ്ധ കൊടുത്തില്ല. അപ്പോൾ ആ സ്പേസ് ജമാഅത്തെ ഇസ്ലാമി ഈ രീതിയിൽ പല രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ പുതിയ കുട്ടികൾ ഡൽഹിയിലും ഹൈദരാബാദിലും അവിടെ ഇവിടെയൊക്കെ പഠിക്കാൻ പോകുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് വരുന്നൊരു പ്രക്രിയയായിരുന്നു. ആളുകൾക്ക് ഇവർ മൈഗ്രേഷനൊക്കെ നടത്തി ഗൾഫിലൊക്കെ പോയി പണം ഉണ്ടാക്കി. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞു, സെക്കൻഡ് ജനറേഷൻ കഴിഞ്ഞു, തേർഡ് ജനറേഷൻ എത്തുമ്പോൾ ഇനി കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വന്നു. നേരത്തെ തൊഴിലിന് വേണ്ടിയിട്ടാണ് ആളുകൾ പ്രവാസം സ്വീകരിച്ചെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്വീകരിക്കുന്ന ഒരു സമീപനം വന്നു. അപ്പോൾ അത് വന്നപ്പം ജമാഅത്തെ ഇസ്ലാമിയ കറക്റ്റ് സമയത്ത്, ഈ സുന്നി സംഘടനകൾ അതിലൊന്ന് കുറച്ച് പിറകിലായിപ്പോയി. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി അവിടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇത്തരം സ്ഥലങ്ങളിൽ ഡൽഹിയിലും ഹൈദരാബാദിലേക്കുള്ള കുട്ടികളെ പോയിട്ട് എന്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഈ RSS ഒക്കെ ശാഖ കൂടുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഹൽക്ക, അതാണ് അവരുടെ ശാഖ. ഇത്തരം മീറ്റിങ്ങുകൾ കൂടുകയും കുട്ടികളെ ഇത് ഭയങ്കരമായിട്ട് ഇൻജെക്റ്റ് ചെയ്യാനും തുടങ്ങി. അപ്പോൾ അതൊരു ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആയിരുന്നു അവരുടെ. ആ ഫ്രെയിം വർക്കിലാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇപ്പോൾ സുന്നി ഇതിന്ന് വരുന്ന കുട്ടികൾ പോലും, ഇപ്പോൾ ദാറുൽ ഹുദ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവരുടെ സ്ഥാപനങ്ങളുണ്ട്, അവരൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷെ അവരൊക്കെ ഡൽഹിയിൽ ഇങ്ങനത്തെ പുറം നാടുകളിലേക്ക് പഠിക്കാൻ പോകുമ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ ഫ്രെയിം വർക്കിലൂടെ കയറി ഇറങ്ങുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവരും ഈ ഒരു സാധനത്തിലേക്കാണ് മാറുന്നത്. അപ്പം എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? കാരണം ഈ ഡിബേറ്റ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ഇത്തരം ഡിബേറ്റ്, അല്ലെങ്കിൽ നേരത്തെ അതിനു മുമ്പേ ഉണ്ട് ഈ സംഭവങ്ങൾ. കാരണം ഇവിടെ സമസ്ത പോലെയുള്ള സംഘടന രൂപീകരിക്കുന്നത് തന്നെ ഈ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെയും മുജാഹിദ് പോലെയുള്ള വഹാബി മൗദൂദി ആശയങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് തന്നെ രൂപീകരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇവിടെ കേരളത്തിൽ ഇസ്ലാം വന്നത് ഈ പറഞ്ഞ പോലെ ഹദറുൽ മൗത്ത് എന്ന് പറഞ്ഞിട്ട് യമനിലെ ഒരു സ്ഥലത്തു നിന്നാണെന്ന് പറയുന്നു. അവിടെ നിന്നാണ് ഈ തങ്ങന്മാരൊക്കെ വരുന്നത്, പ്രോഫറ്റിൻ്റെ ഡിസെൻഡൻസാന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകൾ. അപ്പോൾ ആ സമയത്ത് തൊട്ടേ ഈ ഒരു ചിന്താധാരയുമായിട്ട് ഉള്ളൊരു കോൺഫ്ലിക്റ്റ് കേരളത്തിലുണ്ട്. പക്ഷെ അന്ന് അതിനെ ഒതുക്കി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗൾഫ് മണി ഇവിടെ ഒഴുകാൻ തുടങ്ങിയപ്പോഴും പെട്രോ മണി ഇവിടെ ഒഴുകാൻ തുടങ്ങിയ ശേഷവും ഇവരുടെ മാധ്യമ സ്വാധീനം വർദ്ധിപ്പിച്ച ശേഷവുമാണ് ഇവർക്ക് ഈ പറഞ്ഞ പോലെയുള്ള പിന്നെ ഇവരുടെ ഭയങ്കര ക്രൂക്കഡ് ആയിട്ടുള്ള കണ്ണിങ് ആയിട്ടുള്ള തന്ത്രങ്ങൾ. അപ്പോൾ അത് നമുക്ക് ഈ സുന്നി ആളുകളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജമാഅത്തെ ഇസ്ലാമിക്കാരെ വളരെ കൃത്യമായിട്ട് നാടൻ ഭാഷയിൽ അവർ ഡിഫൈൻ ചെയ്യും. എന്നുവെച്ചാൽ ഇവർ ഭയങ്കര നുഴഞ്ഞുകയറ്റാണ്, ഇവർ ഭയങ്കര കുത്തിത്തിരിപ്പാണ്, ഈ ഭാഷയാണ് ഒരു. സത്യത്തിൽ അവരുടെ മോഡസ് ഓപ്പറandi അങ്ങനെ തന്നെയാണ്. ഇവരൊരു സാധനം ഫിക്സ് ചെയ്യും, പറഞ്ഞ പോലെ ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്തിട്ട് അവരങ്ങ് മാറിക്കളയും, പിന്നെ അവരാർക്കും കാണാൻ പറ്റില്ല. ഇപ്പം വാക്സിൻ്റെ ഇഷ്യൂ നോക്കുക. വാക്സിന് ഭയങ്കരമായിട്ട് അവിടെ മലപ്പുറത്തും ഈ പറയുന്ന പോലെ മലബാറിലൊക്കെ ഒരു എതിർപ്പ് ആളുകൾ രൂപീകരിച്ചു. ഇതെങ്ങനെയുണ്ടാകും? ഇത് കുത്തിവെക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അവർ ഈ ആരാമം പ്രബോധനം എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വാരികകളിൽ ഇതിനെക്കുറിച്ച് ദീർഘമായിട്ടുള്ള ലേഖനങ്ങൾ, ഇതെന്തോ കോൺസ്പിറസിയാണ്, ആഗോള ഗൂഢാലോചനയാണ്, മുസ്ലിങ്ങളെ മുഴുവൻ പോപ്പുലേഷൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, ജനസംഖ്യ കുറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ എന്നിവർ ഇൻജെക്റ്റ് ചെയ്യും.
മാധ്യമം പത്രത്തിൽ പോലും, പൊതുപത്രം എന്ന് അവർ തന്നെ കൊട്ടിഘോഷിക്കുന്ന മാധ്യമം പത്രത്തിൽ പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ അവർ കൊടുക്കും. എന്നിട്ട് എന്ത് ഇത് ഇഷ്യൂ ആവും. അപ്പോൾ ഇത് സാധാരണ ഈ പറയുന്ന സാധാരണക്കാരായി ചിന്തിക്കുന്ന ആളിൽ ഇത് വരുമ്പോൾ അവരിതിനെ എതിർക്കാൻ തുടങ്ങും. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പിന്നെ എവിടെയും പിക്ചറിലുണ്ടാവില്ല. അവർ പതുക്കെ അങ്ങ് വലിക്കും. ഇനിയിപ്പോൾ വാർത്തയാണെങ്കിൽ തന്നെ അവർ ഓൺലൈനിൽ നിന്ന് എല്ലാം അങ്ങ് വലിച്ചു കളയും. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി. അപ്പോൾ ലീഗിലേക്ക് ഇവർ നുഴഞ്ഞു കയറാനും ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷമാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ അത് ഈ കാൻഡിഡേറ്റ് ലിസ്റ്റും കൂടെ വന്ന ശേഷം അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. അത് ലീഗിൽ തന്നെ അതിനെതിരെയുള്ള ഭയങ്കരമായിട്ടുള്ള പുകച്ചിലുണ്ട്. അത് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുമോ, അതിലാര് ജയിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാനേ പറ്റൂ. ഇവിടുത്തെ ട്രഡീഷണൽ സ്പിരിച്വൽ ഇസ്ലാമിൻ്റെ ഈ സുന്നി എന്ന് വിളിക്കപ്പെടുന്ന ആളുകളെ ഇവർ മുസ്ലിംസായിട്ട് കണക്കാക്കുന്നില്ല. ഇവരതിനെ ഷിർക്കിൻ്റെ ആളുകൾ എന്നാണ് പറയുന്നത്, ബഹുദൈവ ആരാധകർ. കാരണം അവർ ഈ ദർഗകളിൽ പോവും, ഇത്തരം സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ജമാഅത്തെ ഇസ്ലാമി മറ്റവരും കാണുന്നുണ്ടായിരുന്നില്ല. അവർ പറയൽ ഭയങ്കര അകറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരോട് സലാം പോലും പറയരുത് എന്ന് പറഞ്ഞു. ഇപ്പോഴും നാട്ടിൻ പുറങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ മരിച്ചാൽ പോലും കാണാൻ പോകാത്തവരുണ്ട്. കാരണം ഇതൊരു വൈറസാണ് എന്നുള്ള ഒരു സാധനത്തിൻ്റെ പുറത്ത് ഞാനതിനെ ന്യായീകരിക്കുകയല്ല അത്തരത്തിൽ പോകണോ എന്നുള്ളതിനെ പറ്റിയിട്ട്. പക്ഷേ അത്തരത്തിലാണ് ഇവർ ഈ ഐഡിയോളജി അത്രയും കണ്ടിട്ടുള്ളത്. ഇത് ഭയങ്കരമായിട്ട് എതിർക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്നുള്ള രീതിക്ക്. അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. അപ്പം ഇവർ കമ്മ്യൂണിറ്റിക്കകത്ത് നേരത്തെ മുതലേ ഇവർ ഈ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇവരുടെ അക്യാനത്തിലേക്ക് വരാത്ത ആളുകൾ, ഇവരുടെ നറേറ്റീവിലേക്ക് ഇവരുടെ ഐഡിയോളജി വരാത്തവർ ഇവർ മുസ്ലിമായിട്ട് തന്നെ കണക്കാക്കുന്നില്ല. അപ്പോൾ ആ രീതിക്ക് അപ്പം ഇതിനെതിരിൽ സംസാരിക്കുന്ന ആളുകൾ, ഇപ്പോൾ നമ്മളെപ്പോലെയൊക്കെ അല്ലാതെ സംസാരിക്കുന്ന ആളുകളെയും ഇവർ ആ രീതിക്കൊക്കെ കാണാം, സംഖ്യയാക്കി കളയും പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോമൺ, ഇപ്പം CP ജോൺ UDFൻ്റെ ബുദ്ധിജീവിയായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആളുകൾ, അദ്ദേഹം പറയുന്ന BJPയും സംഘപരിവാറിനെയും എതിർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളെ കൂട്ടുപിടിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എങ്ങനെയാണ് ശരിയാവുന്നത്? അത് കാരണം അത് ഇപ്പോൾ ജനറൽ പബ്ലിക്കിന് ഒരു പക്ഷേ ആവുന്നില്ല. അത് ഏറ്റവും കൂടുതൽ അത് സഫർ ചെയ്യുന്നത് ഇപ്പോൾ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ളവരായിരിക്കും. കാരണം അങ്ങ് പറഞ്ഞ പോലെ എന്തൊരു കറക്റ്റീവ് സാധനം, ഒരു റിഫോം സാധനം കൊണ്ടുവരുമ്പോഴും ഇവരതിന് അതിശക്തമായിട്ടാക്കും. അത് നമ്മളൊക്കെ സഫർ ചെയ്യുന്നത് ഭയങ്കരമാണ്. എന്നോട് പേഴ്സണലി ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും, നമ്മൾ ഭയങ്കരമായിട്ടാണ് സഫർ ചെയ്യുന്നത്. നമ്മളൊരു പേഴ്സണൽ സ്പേസിലും ഫ്രണ്ട് സ്പേസിലും നമ്മൾ എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സംഗതി ഇവർ കൊണ്ടുവരും. ഇപ്പം കർണാടകയിൽ അത്തരം സംഭവങ്ങളുണ്ടല്ലോ, അതിവിടെ ആഘോഷിക്കപ്പെടാത്തതുകൊണ്ടാണ്. നമ്മൾ കൽബുർഗിനെയും ഗൗരി ലങ്കേഷിനെയും ഒക്കെ പറയുന്ന പോലെ തന്നെ കർണാടകയിലൊരു മുസ്ലിം ആളെയും ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകൾ കൊന്നിട്ടുണ്ട്. അതിവിടെ അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ സംഭവങ്ങളിലേക്ക് ഇവർ വരും. ഇപ്പോൾ ഇവർക്ക് ഇവിടെ സ്വാധീനം ഇല്ലാത്തതുകൊണ്ടാണ്. സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് അവർ പുറത്ത് ഭയങ്കര മധുരം, പക്ഷേ കമ്മ്യൂണിറ്റിക്കകത്തുള്ളവർ ഇപ്പോൾ പതുക്കെ അത് സഫർ ചെയ്യുന്നുണ്ട്. അത് അവർക്ക് കുറച്ചും കൂടെ ശക്തി കിട്ടി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിക്കകത്തുള്ളവർ ആദ്യം സഫർ ചെയ്യും. പിന്നീട് ഈ പറഞ്ഞ പോലെ അത് പുറത്തേക്കുമ്പോൾ അതിൻ്റെ ഒരു ബഹിർസ്ഫുരണം വരികയും മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കമ്മ്യൂണൽ സോഷ്യൽ സെക്യുലർ ഫാബ്രിക്കിനെയൊക്കെ കീറി മുറിക്കുന്നൊരു സംഭവത്തിലേക്കായിരിക്കും അവർ വരിക. അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം നിലമ്പൂർ ഒരു സംഭവം ഉണ്ടായില്ലേ, ദർഗ അടിച്ചു പൊളിക്കുന്ന നാടുകാണി ചുരത്തിൽ, ഇത് അറബിക്കടലിൽ ഇതാക്കും ഒരു ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ ഇത് സുന്നികളെ സംബന്ധിച്ച് ഇത് ഭയങ്കര ത്രെട്ടാണ് അവർ കാണുന്നത്. പക്ഷേ അവർ അവർക്കിത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഈ പറഞ്ഞ പാണക്കാട് തങ്ങൾ കേരളീയ സമൂഹം മൊത്തം വളരെ ആദരവോടു കൂടി കാണുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് അപ്രമാദിത്വം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അവർ ചോദ്യം ചെയ്യാൻ പോകുന്നതും ആദ്യം അവർ അട്ടിമറിക്കാൻ പോകുന്നതും ഈ തങ്ങൾ കുടുംബത്തിൻ്റെ ഇതിനെ തന്നെ ആയിരിക്കും. കാരണം അവർ തങ്ങൾ കുടുംബത്തിനെതിരാണ് അവർ. അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹരിത എന്ന് പറഞ്ഞ പെൺകുട്ടികൾ ഡയറക്റ്റ് തങ്ങളെയാണ് അറ്റാക്ക്. മുസ്ലിമിൻ്റെ കൾച്ചറിലില്ല, ഒരു പുറത്തുനിന്ന് ഒരാൾ തങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന പോലെയല്ല. ഇത് അതിൻ്റെ അകത്തുനിന്ന് അറ്റാക്ക്. അതാണ് നൂർബിന റഷീദ് ഇന്ന് പറയുന്നത്, തങ്ങളെ അറ്റാക്ക് ചെയ്തവരെ പോലും. അപ്പോൾ ഇതാണോ മുസ്ലിം ലീഗിനെ കൊണ്ടുവരുന്ന പുതിയ കുട്ടികൾക്ക് എന്ത് സന്ദേശം കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊരു സിസ്റ്റം. ഞാൻ അവരുടെ ഇത് പറയുന്നതല്ല, ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് അവർ ഫൈറ്റ് ചെയ്യുന്നു, സംഭവമാക്കുന്നു. അതിലൊരു ഗേൾസിൻ്റെ ഒരു സ്ത്രീ ഈ സംഭവമൊക്കെ ഉണ്ട്, ഒരു ഫെമിനിസ്റ്റ് ആംഗിളെല്ലാം ഉണ്ട്. ഞാനൊന്നും തള്ളിക്കളയല്ല പറയുന്നത്. പക്ഷേ അതേ പറഞ്ഞാൽ അതിലൊരു നേർത്ത അതിർവരമ്പുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സമത്വവും ഒക്കെ പറയുന്നതിൽ ഇതൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആംഗിളിലേക്കാണോ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സാധനം അത് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഈ കുട്ടികളെ എടുത്ത് നോക്കി, ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് ജസ്ല മാടശ്ശേരിയുടെ ഇഷ്യൂ വന്നപ്പം ലീഗുമായിട്ട് ചേർന്ന് നിന്ന് അവരുടെ സ്ഥാനാർത്ഥിയായിരുന്നില്ലേ ഫിറോസ് കുന്നംപറമ്പിൽ, അദ്ദേഹം വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശം ജസ്ല മാടശ്ശേരി എന്ന് പറഞ്ഞപ്പം കുട്ടി ചെന്നിടത്ത് ഈ കുട്ടികളൊന്നും വേണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അവർ നമ്മൾ പൊതുസമൂഹം വിചാരിക്കുന്ന ഈ പെൺകുട്ടികൾ വളർന്നു വരികയല്ലേ, അവർ പുരോഗമനം, മുസ്ലിം കുട്ടികൾ പിന്നെ പുരോഗമനപരമായിട്ട് വരട്ടെ എന്ന്. പക്ഷേ അത് പുരോഗമനമല്ല, അതൊരു ഫേക്ക് പുരോഗമനം അവർ കാണിക്കുന്നതാണ്. അവരിൽ വർക്ക് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ സാധനമാണ്. ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മളിത് ഈ ലാംഗ്വേജിൽ പറഞ്ഞാൽ നമ്മൾ സംഖ്യയാണ്, നമ്മൾ ഇസ്ലാമോഫോബിക്കാണ്, ഇസ്ലാം വിരുദ്ധരാന്ന് പറയും. പക്ഷേ നമ്മുടെ കൺമുമ്പിലുള്ള സാധനങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ റൂട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ
കാരണം ഇത് ഞാൻ പോലും പറയും, ഇത് സുന്നി പണ്ഡിതർ പറയുന്ന സാധനമാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ സംഖ്യ പറയുന്ന പോലെ ആക്കണ്ട. സുന്നി പണ്ഡിതർ പറയുന്നുണ്ട് ഈ സംഭവം എത്രയോ ആളുകളെ കൊന്ന ഐഡിയോളജിയാണിത്, എത്രയോ യുവാക്കളെ വഴിതെറ്റിച്ച ഐഡിയോളജിയാണ്. അപ്പോൾ ഇത് ഒരു പ്യൂരിറ്റാൻ ഇസ്ലാമും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും രണ്ട് വേർഷൻസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു കമ്പൈൻ, അതൊരു ഡെഡ്ലി കോമ്പിനേഷനാണ്. ഈ സാധനം നേരെ ടെററിസം പോലെയുള്ള സംഗതികളിലേക്കാണ് പോകുന്നത്. ഇത് പറയുന്നതുകൊണ്ട് ഇത് വാസ്തവമാണ്, നമ്മുടെ കൺമുമ്പിലുള്ള റിയാലിറ്റിയാണ്. ഇത്തരം ഈ ഒരു യുവതലമുറയെ മൊത്തം ഈ ഒരു രീതിയിലേക്ക് കൊണ്ട്, അതിപ്പോൾ അങ്ങനെ ഒരു ടെററിസത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും അവർ സമൂഹത്തിൽ അവരുടെ ഒരു ബിഹേവിയർ ആ രീതിക്കായിരിക്കും വരിക. കാരണം ഭയങ്കര തീവ്രമായിട്ടുള്ള സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുക, അത് വർഗീയതയുടെ ഒരു സാധനത്തിൽ 100% വരും. അപ്പോൾ സമൂഹത്തെ അവിശ്വാസം സൃഷ്ടിക്കുക, ഇരവാദത്തിൽ ഇതാക്കുക, ഈ ഒരു സംഭവം. അപ്പോൾ ഇതൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പം മുസ്ലിംസിന് ഒരു പ്രോബ്ലം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ ഒരു മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയാറുണ്ട്, മാർക്സ് ജൂയിഷ് ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്ത സമയത്ത് വേറൊരു ചിന്തകൻ ഈ ജൂയിഷ് ക്വസ്റ്റ്യനിൽ ജൂസ് അവരുടെ ഒരു റിലീജിയൻ മതസ്വത്വം ഉപേക്ഷിച്ചുകൊണ്ട് അതിനെ പരിഹരിക്കട്ടെ എന്നുള്ളൊരു ഇതിൽ വന്നപ്പം മാർക്സ് പറഞ്ഞാൽ അവരുടെ മതസ്വത്വം ഉപേക്ഷിക്കേണ്ടതില്ല എന്നുള്ള ഇതിൽ ഓൺ ദ ജൂയിഷ് ക്വസ്റ്റ്യനിൽ. അപ്പം മാർക്സ് ഇന്നത്തെ ഒരു ഇസ്ലാം സാധനമൊക്കെ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഓൺ ദ മുസ്ലിം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എഴുതി തന്നെ ചിലപ്പം. അപ്പോൾ അതിൽ മുസ്ലിംസിന് അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതൊക്കെ ആ ഒരു രീതിക്ക് അഡ്രസ്സ് ചെയ്യാം. പക്ഷെ അത് ഈ പറഞ്ഞ അതൊരു സ്വത്വബോധത്തിൽ നിന്നുകൊണ്ടാണ്. സ്വത്വ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ പരിവർത്തിപ്പിക്കുമ്പം അത് പ്രോബ്ലമാണ്. സെക്യുലർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്യണം. അപ്പോഴും അവരുടെ സ്വത്വബോധം ഉപേക്ഷിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. സ്വത്വബോധമാവാം, അത് സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ രീതിയിലേക്ക് പോകുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ മുസ്ലിമിൻ്റെ ഇതിൽ അവരുടെ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് ഓണറബിൾ എക്സിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ ഓണറബിൾ എക്സിസ്റ്റൻസിനെ രണ്ടാമത് റിവൈവ് ചെയ്തിട്ട്, ഈ സ്ലോഗനെയൊക്കെ രണ്ടാമത് റിവൈവ് ചെയ്യുന്നത് എൻ്റെ കണ്ണിൽ കണ്ടത്, ഇനി വേറെ എവിടെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല, ഈ പറയുന്ന മുസ്ലിം ഇവർ GIO മോഡലിൽ, ജമാഅത്ത് ഇസ്ലാമി മോഡലിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയ വിങ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. മറ്റൊരു സംഘടനയ്ക്കും അങ്ങനത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്തൊരു സാധനമാണ് മുസ്ലിം ലീഗിൽ വരുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ഈ സ്ലോഗനൊക്കെ വീണ്ടും റിവൈവ് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് അവരിതിന് കൊടുത്ത ട്രാൻസ്ലേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓണറബിൾ എക്സിസ്റ്റൻസിൽ നിന്ന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അഭിമാനകരമായ നിലനിൽപ്പ് എന്നായിരിക്കും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ അതിനൊരു കോ എക്സിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഇവർ കൊടുക്കുന്ന ട്രാൻസ്ലേഷൻ അഭിമാനകരമായ അസ്തിത്വം എന്ന് പറയുമ്പോൾ അത് ഐഡൻറ്റിറ്റിയിലേക്ക് പോയി. അപ്പോൾ അത് സ്വത്ത് രാഷ്ട്രീയം വളർത്തുകയാണ്. അതിൽ കോ എക്സിസ്റ്റൻസ് ഇല്ല. നമ്മളുടെ ഐഡൻറ്റിറ്റി എന്നുള്ള രീതിയിലേക്ക് പോകണം. അതാണ് KM ഷാജി പറയുന്ന മതമാണ് പ്രശ്നം എന്ന് പറയുമ്പം ഈ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ സാധനമാണ് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ മുസ്ലിംസ് എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ നേരിടുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു സെക്യുലർ പ്ലാറ്റ്ഫോമിൽ അല്ല സ്വത്വബോധം നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു സംഭവത്തിൽ നല്ലൊരു സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു എതിർപ്പോ അതിനെതിരെയുള്ള റെസിസ്റ്റൻസോ അല്ല. ഇത് സ്വത്ത് രാഷ്ട്രീയത്തിലേക്ക് കടന്നുകൊണ്ട് പരസ്പരം സമുദായങ്ങൾ തമ്മിൽ അവിശ്വാസം നിറച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ, രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ രീതിയിലേക്ക് പോയിക്കൊണ്ടുള്ള സംഭവമാണ് അതിലൊക്കെ വരുന്നത്. ഷാജിയൊക്കെയാണ് നേരത്തെ NDF പോലെയുള്ള സംഘടനകളെ ചെറുക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തില്ല. അപ്പോൾ അവരതിന് കാരണം പറയും BJP വരുമ്പം നമ്മളിതാക്കുക എന്നായിരിക്കും. പക്ഷേ അത് അങ്ങനെ കാണാൻ പറ്റില്ല. BJP വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് സെക്യുലറായിട്ട് മാറുക വേണ്ടത്. അപ്പോൾ ഇത് വോട്ട് ഏകീകരണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സംഭവമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വോട്ടുകളെ ഏകീകരിക്കുക, അതിനുവേണ്ട ശ്രമമാണ്. അപ്പം ആര്യടൻ ഷൗക്കത്തിൻ്റെ എക്സാമ്പിൾ അങ്ങ് പറഞ്ഞു. ആര്യടൻ ഷൗക്കത്ത് നമുക്ക് പരിചയമുള്ളതാണ്, അദ്ദേഹത്തോട് നമ്മൾ നേരിട്ട് പറയുന്ന സംഗതികളാണിത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഫാദർ എടുത്തൊരു നിലപാടുണ്ടായിരുന്നു, ആര്യടൻ മുഹമ്മദ്, അതിശക്തമായിട്ട് ഇത്തരം പ്രവണത എതിർത്താണ്. മുസ്ലിം ലീഗിലേക്ക് പോലും ഈ പ്രവണത വരുമ്പം അദ്ദേഹം മുസ്ലിം ലീഗ് ഘടകകക്ഷിയായിട്ട് പോലും ഏറ്റവും ശക്തമായിട്ട് എതിർത്തു. പക്ഷേ ആ സംഭവം ഇപ്പോൾ വരുന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞ പോലെ, പക്ഷേ അത് അവരെ തന്നെ വിഴുങ്ങുമെന്നുള്ള അവർ റിയലൈസ് ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞു, മുനീർ സാഹിബ് ഈ സംഗതികളിൽ, മുനീർ സാഹിബിന് ഒരു പക്ഷേ അതിശക്തമായിട്ട് ഇതിനെ എതിർക്കാൻ പറ്റുന്ന വ്യക്തിയായിരുന്നു ഐഡിയോളജിക്കലി തന്നെ. പക്ഷെ മുനീർ സാഹിബ് പോലും അതിനെ എതിർത്തില്ല അത്ര സ്ട്രോങ് ആയിട്ട്. ഇപ്പോൾ മുനീർ സാഹിബിനെ തന്നെ അത് വിഴുങ്ങി. ആ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ ഷാജിയൊക്കെ ഇതിൽ വരുമ്പം ഷാജിയൊക്കെ ഈ സംഭവം ഭാവിയിൽ വിഴുങ്ങുക ചെയ്യുക. അതുപോലെ ആര്യടൻ ഷൗക്കത്തിന് ഈ സംഗതി വിഴുങ്ങും. പക്ഷെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് മറ്റു ഓപ്ഷൻ ഇല്ലായിരുന്നു എന്നേ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ നിന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് നിലമ്പൂർ ജയിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവരതിൽ നിന്ന് കൊടുത്തു. പക്ഷെ അതിനേക്കാളൊക്കെ ഡേഞ്ചറായിട്ട് വരുന്നത് വടകരയിലെ സംഭവമാണ്, ഷാഫി പറമ്പിൽ MP സംഭവം. അപ്പോൾ അത് പ്രത്യേകിച്ച് വടകര പോലെയുള്ള ഒരു ഏരിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാസ് ഇതിൻ്റെ വർഗ സ്വഭാവമുള്ള ഒരു സംഘർഷങ്ങളുടെ ഏരിയയാണ്, സെൻസിറ്റീവ് ഏരിയയാണ്. അപ്പം അത് കാലങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ പോലെ കണ്ണൂരൊക്കെ എക്സാമ്പിൾ നമുക്കറിയാം. അതൊക്കെ ഒരു ഹിസ്റ്ററി ഓഫ് ഇതുണ്ട്, ഒരു സൈക്കിൾ ഓഫ് വയലൻസ് ആയിട്ടാണ് ആ സംഗതി വരുന്നത്. അത് ആ ഒരു റീജിയൻ്റെയും ഇതിൻ്റെയൊക്കെ പ്രത്യേകത. അതിൻ്റെയൊക്കെ ഒരു അത്ര ഇതില്ലെങ്കിൽ പോലും
വടകര ഏരിയയും ഏകദേശം അതുപോലെ സെൻസിറ്റീവ് അല്ല. ഇപ്പം കുറേ കാലമായിട്ട് അവിടെ ഇല്ല, സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ സാധനം, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏകീകരണം വരുന്നത്. അപ്പോൾ ഇത് ഇവർ പറയും കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയത് മറ്റവരല്ലേ ഇതല്ലേ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ആ വാട്സപ്പിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, വാട്സപ്പിലാണല്ലോ പൊളിറ്റിക്സ് വരുന്നത്, ഫേസ്ബുക്കിലല്ല. വാട്സപ്പിൽ ഓരോ ഗ്രൂപ്പുകളിലാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ നമുക്ക് നാട്ടുമ്പുറങ്ങളിലെ ഗ്രൂപ്പുകളിൽ നോക്കിയാൽ അറിയാൻ പറ്റും വർഗീയ ക്യാമ്പയിൻ ആരാണ് ആദ്യം തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. അത് UDF കേന്ദ്രങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇത് ഞാനത് നേരിട്ട് കണ്ട സംഭവമാണ്. ഇനി ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ മനോരമയിൽ തന്നെ പറഞ്ഞു. മനോരമയിൽ ഒരു ഇലക്ഷൻ വിചക്ഷണം വന്നു. മനോരമ UDF ചേർന്ന് നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണല്ലോ. അപ്പം ആ മനോരമയിൽ തന്നെ ഒരു ഇലക്ഷൻ വിദഗ്ധൻ വന്ന സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു UDF കേന്ദ്രത്തിൽ നിന്നാണ് ഇത് തുടങ്ങിയതെന്നുള്ളത്. പിന്നെ ഇവർക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റുക? അപ്പോൾ ഇത് അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ ഒരു ഏകീകരണം വന്നു. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു, പൊളിറ്റിക്കൽ ഇസ്ലാം വരുന്ന ഷാഫിയുടെയും ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു ഗ്ലാമർ, അവർക്കുള്ളൊരു മണി സാധനം, പിന്നെ ആ ഒരു സംഭവത്തിൽ മധുരത്തിൽ പൊതിഞ്ഞ് കൊണ്ടുവരുന്നതുകൊണ്ട് ആളുകൾ ഇത് റിയലൈസ് ചെയ്യില്ല. പക്ഷെ അത് ബ്രേക്ക് ചെയ്യുന്നൊരു സമയം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അത് ആളുകൾ റിയലൈസ് ചെയ്യുന്നൊരു സമയം വൈകാതെ വരും. കാരണം ഇത് എത്രത്തോളമാണ്, ഇത് എഡ്യൂക്കേഷൻ കിട്ടുന്തോറും ഇതിൻ്റെ വീര്യം കൂടുകയാണ്. യുവാക്കളിലാണെങ്കിലും യുവതികളിലാണെങ്കിലും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. വിദ്യാഭ്യാസം കൂടുന്തോറും ഇതിൻ്റെ വീര്യം കൂടും. അതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ അത് നമ്മളത് കണ്ടേ പറ്റുള്ളൂ. ഇത് ബ്രേക്ക് ചെയ്യേണ്ട ഇതൊരു ത്രെട്ടാണ് കേരളീയ സമൂഹത്തിന് എന്നുള്ളത്, പ്രത്യേകിച്ച് ലെഫ്റ്റ് ഇൻ്റലിജൻസ്. കാരണം ലെഫ്റ്റ് ഇതിനെപ്പറ്റി എന്തേ പറയുമ്പോഴേക്ക് ഇടത് ഹിന്ദുത്വം പറയുമ്പോൾ ലെഫ്റ്റ് പേടിച്ച് പോവാണ്. പിന്നെ അവർക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുന്നില്ല. ഇടതുപക്ഷം അങ്ങനെ പേടിച്ച് നിന്നുകൊണ്ട് ഇതിനെ എതിർക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രോബ്ലം. അത് ഇടതുപക്ഷത്തിന് തന്നെ സ്പേസ് ഇവിടുന്ന് കളയും. പിന്നെ ഉണ്ടാവുക ആകെ എന്താ വെച്ച് കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന മുസ്ലിം ലീഗും BJPയും തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും കേരളത്തിലുണ്ടാവുക. ബാക്കി എല്ലാ പാർട്ടികളും ഇവിടെ അപ്രസക്തമാകുന്ന ഒരു സംഗതിയായിരുന്നു. കോൺഗ്രസ്സിന് പോലും നിലനിൽക്കാൻ പറ്റില്ല. ഇപ്പം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു പോസ്റ്റർ ബോയ് ആയിട്ടാണ് ഷാഫിനെ ഇവർ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ പോസ്റ്റർ ഗേൾ ആയിട്ടാണ് ഫാത്തിമ തഹ്ലിയെ അവതരിപ്പിക്കുന്നത്. ആ ആളെ തന്നെ ഇതേ രീതിയിൽ ഷാഫിയുടെ മണ്ഡലത്തിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക, അതും സെൻസിറ്റീവായിട്ടുള്ള മണ്ഡലത്തിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക എന്ന് പറയുമ്പം അത് ഇവരുടെ വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഓപ്പറേഷനാണ്. അപ്പം അത് കോൺഗ്രസ്സാണ് അത് നോക്കേണ്ടത്. കോൺഗ്രസ് എന്തുകൊണ്ട്, കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ ഒന്നും അധികാരമില്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും അധികാരം പിടിക്കുക എന്നുള്ള ഒരു സമീപനത്തിലേക്ക് പോയിട്ടുണ്ടാവാം. അപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യുക എന്നൊരു സമീപനത്തിലേക്ക് കോൺഗ്രസ് കടന്നിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ കോൺഗ്രസ് അല്ല ഇതിന് ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടത്. ഇത് നേരത്തെ നെഹ്റു തന്നെ മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്നാണ് വിളിച്ചത്. ഇവിടെ അബ്ദുറഹ്മാൻ സാഹിബ് കോൺഗ്രസിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ലീഗിനെതിരിലാണ് ഫൈറ്റ് ചെയ്തിരുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ സെക്യുലർ പ്ലാറ്റ്ഫോമിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുവരണം എന്നുള്ള രീതിക്ക്. ഇന്ന് കോൺഗ്രസിന് സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു പ്രസംഗത്തിൽ, ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്, ആളുകളത് രണ്ടാമത് റീസർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, മുസ്ലിം ലീഗിന് വരക്കേണ്ട ഒരു അതിർവരമ്പുണ്ട് കോൺഗ്രസ് സാമുദായിക രാഷ്ട്രത്തിന്, അതിനപ്പുറത്തേക്ക് പോകരുത്. ആ ഒരു നിലയിൽ നിന്നുകൊണ്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അതെല്ലാം ഭേദിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് എന്താണത്, കോൺഗ്രസ് അധികാരം ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയും അധികാരം പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണോ? അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയൊരു സാമ്പത്തിക സാധനം കൊണ്ടും കൂടിയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗ്ലോബൽ ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അപ്പം അത്തരം സാമ്പത്തിക താല്പര്യങ്ങൾ കൊണ്ടാണോ കോൺഗ്രസ് നിലപാട്? പക്ഷെ അത് കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസും സ്വയം കുഴി വെട്ടുന്ന പോലെയാണ് അത് ഉണ്ടാവുക. കോൺഗ്രസിൻ്റെയും കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുകയുള്ളൂ. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെയും കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു കൊണ്ടുള്ളൂ. കാരണം മുസ്ലിം ലീഗിനെ ഞാനിപ്പോഴും ഒരു വർഗീയ പാർട്ടിയായിട്ട് കാണുന്നില്ല. മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടി. പറഞ്ഞ മുസ്ലിമിൻ്റെ സ്ഥാപന സമയത്ത് അതിൻ്റെ നേതാക്കൾ പറഞ്ഞ അവരുടെ ഒരു പോളിസി ആയിരുന്നു ലക്ഷദ്വീപിൽ മുസ്ലിം ലീഗ് വേണ്ട എന്നുള്ളത്. ലക്ഷദ്വീപിൽ ഓൾറെഡി മുസ്ലിംസ് മെജോറിറ്റിയാണ്, അവിടെ പിന്നെ എന്തിനാണെന്നുള്ളതല്ല. അപ്പോൾ ഒരു മൈനോറിറ്റി പാർട്ടി ഡെമോക്രസിയിൽ ഉണ്ടാവുന്നതിനെ നമ്മളങ്ങനെ ഇൻ പ്രിൻസിപ്പിൾ തത്വത്തിൽ നമ്മളതിനെ എതിർക്കുന്നില്ല. സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഉണ്ട്, ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ട്, അവർക്കൊക്കെ പങ്കാളിത്തം ജനാധിപത്യത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അതൊന്നും ഒരു തെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അതിനൊരു വരമ്പുണ്ട്, ഒരു അതിർവരമ്പുണ്ട്. അത് കടന്ന് ഇത് സ്വത്ത് രാഷ്ട്രീയത്തിലേക്കും വർഗീയ രാഷ്ട്രീയത്തിലേക്കും പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്കും പോകുന്ന ലീഗാണ് തടയേണ്ടത്. അത് തടഞ്ഞില്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ തന്നെ ഈ പറഞ്ഞ പോലെ വേറെ ഒലിച്ചു പോകും. കാരണം എനിക്ക് തോന്നുന്നില്ല ഇതിൽ വരുന്ന മെജോറിറ്റി ആയിട്ടുള്ള ട്രഡീഷണൽ സ്പിരിച്വൽ ഇസ്ലാമിൻ്റെ ഭക്താക്കളൊന്നും ഇതിനധികം പോഷിപ്പിച്ച് നിന്നു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അവർ നിന്നു കൊടുക്കുന്നൊരു സാഹചര്യമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അത് ലീഗിൻ്റെയും ഇതായിരിക്കും, കോൺഗ്രസിൻ്റെയും കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു കൊണ്ടുപോകുള്ളൂ. ഇനി അതൊന്നുമല്ല അവരാണ് വിജയിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന മുസ്ലിം ലീഗും BJPയും തമ്മിലായിരിക്കും കേരളത്തിൽ ഫൈറ്റ്. ബാക്കി എല്ലാ സെക്യുലർ പ്ലാറ്റ്ഫോമുകളും കേരളത്തിൽ നാമാവശേഷമാകുന്ന ഒരു സിറ്റുവേഷൻ വരും.